ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1987 ജൂൺ 26 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ലോകത്തെ ആദ്യ ലഹരിമരുന്ന് വിരുദ്ധ യുദ്ധമായി കണക്കാക്കാവുന്ന ചൈനയിലെ ഒന്നാം ഓപ്പിയം യുദ്ധത്തിന്റെ ഓർമ്മയിലാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ്. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെയാണ് പലരും ലഹരി വസ്തുക്കളുടെ പിറകെ പോകുന്നത്. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ ക്രമേണ അതിന് അടിമപ്പെടുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൽ പ്രധാന കാരണമാകാറുണ്ട്. ആഗോള വ്യാപകമായി ലഹരിക്കെതിരായ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുന്നു എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളും കൗമാരക്കാരും നാളെയുടെ പ്രതീക്ഷകളാണ്. എന്നാൽ സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കളുടെ അടിമയാകുന്ന യുവതലമുറയെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സ്കൂൾ പ്രായം മുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ലഹരി വിൽപ്പന കേന്ദ്രങ്ങളുടെ കണ്ണിയാകുന്നവരെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകളെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന സന്ദേശത്തോടെയാണ് ലോകരാജ്യങ്ങൾ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക, ആരോഗ്യകരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഓരോ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം തടയാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക, ലഹരി വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും ഇല്ലാതാക്കുക, ലഹരി മുക്തമായ ലോകം സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യം. എന്നാൽ ഒരു ദിവസത്തെ ആഘോഷങ്ങൾ മാത്രമായി ഈ ദിനം പലയിടത്തും ചുരുങ്ങിപ്പോകാറുണ്ട്.